അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. നമ്മൾ സൂറത്ത് യാസീൻ്റെ ഏകദേശം മധ്യഭാഗത്ത് എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം എല്ലാവരും കേൾക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പരമാവധി പഠിക്കാൻ ശ്രമിക്കുക, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. ഞാനിത് ചെയ്തിട്ട് എനിക്കെന്താ കാര്യം അല്ലെങ്കിൽ എനിക്കെന്താ ലാഭം എന്ന് ആരും ചിന്തിക്കരുത്. കാരണം നിങ്ങളിത് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുമ്പോൾ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതൊരു സദക്കയാണ്. അതിനുള്ള പ്രതിഫലം എന്തായാലും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തൽക്കാല ലാഭങ്ങളൊന്നും നോക്കാതെ സ്ഥിരമായിട്ടുള്ള ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നമുക്കറിയാലോ, വളരെയേറെ പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ഖുർആന് പഠിക്കുകയും അർത്ഥം അറിയുകയും ആശയം ഉൾക്കൊള്ളുകയും ചെയ്ത് പാരായണം ചെയ്താൽ നമുക്ക് ഒരുപാട് മനസ്സിന് സമാധാനവും സ്വസ്ഥതയും ഒക്കെ ലഭിക്കും. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, താല്പര്യം ഉണ്ടാവും. ഒഴിവ് സമയങ്ങളിൽ ഇത് വിശ്രമിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പണി ചെയ്യുന്ന സമയത്തോ ഒക്കെ ഇത് നിങ്ങൾക്കിത് കേൾക്കാവുന്നതാണ്. വളരെ കുറച്ച് മാത്രമേ, ഒരു 5 ആയത്ത് മാത്രമല്ലേ എടുക്കുന്നുള്ളൂ. അതിനുള്ള സമയം നാം കണ്ടെത്തണം. ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനോടൊരു താല്പര്യം ഉണ്ടാകും. അപ്പോൾ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക, കൂടുതൽ അറിയാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ. ഇവിടെ സുബ്ഹാന എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധനായ അല്ലാഹു. അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാറ്റിലും ഇണകളെ സൃഷ്ടിച്ച അല്ലാഹു എത്ര പരിശുദ്ധൻ. ഇവിടെ മനുഷ്യരിലും മറ്റു ജീവജാലങ്ങളിലും മാത്രമല്ല, സസ്യങ്ങളിലും മറ്റ് നിർജീവമായ വസ്തുക്കളിലുമൊക്കെ അല്ലാഹു ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഇവിടെ ഖുർആൻ വിരൽ ചൂണ്ടുന്നത്. മിമ്മാ തുംബിതുൽ അർളു, ഭൂമി മുളപ്പിക്കുന്ന സസ്യങ്ങളിലും, വമിൻ അൻഫുസിഹിം, അവരുടെ തന്നെ ശരീരങ്ങളിലും, വമിമ്മാ ലാ യഅലമൂൻ, അവർക്കറിഞ്ഞുകൂടാത്ത വസ്തുക്കളിലും. ഇവിടെ എല്ലാ വസ്തുക്കളിലും അതിൻ്റെ ഇണയെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. വആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹുൻ നഹാറ ഫഇദാ ഹും മുളിമൂൻ. വആയത്തുൽ ലഹുമുൽ ലൈലു, രാത്രി അവർക്കൊരു ദൃഷ്ടാന്തമാണ്. നസ്ലഖു മിൻഹുൻ നഹാർ, അതിൽ നിന്നും പകലിനെ നാം ഊരിയെടുക്കുന്നു. ഫഇദാ ഹും മുളിമൂൻ, അപ്പോൾ അവർ ഇരുട്ടിലാകുന്നു. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. വശംസു തജ്രീ, സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ലിമുസ്തഖറിൻ ലഹാ, അതിൻ്റെ നിശ്ചയിക്കപ്പെട്ട സ്ഥാനം വരെ. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, അജയ്യനും സർവജ്ഞനുമായ അല്ലാഹു നിർണയിക്കപ്പെട്ട ആ നിർണയപ്രകാരം. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ അദഖൽ ഉർജൂനുൽ ഖദീം. വൽ ഖമറ ഖദ്ദർനാഹു മനാസില, ചന്ദ്രന് നാം ചില ഘട്ടങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു.
ഹത്ത ആദക്കൽ ഉർജൂനിൽ ഖദീം. അങ്ങനെ അത് ഈത്തപ്പനക്കുലയുടെ പഴയ തണ്ട് പോലെ ആയിത്തീരുന്നു. ലശംസു യംബഇ ലഹാ അൻ തുദ്രികൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ലശംസു യംബഇ ലഹാ അൻ തുദ്രികൽ ഖമർ. സൂര്യന് ചന്ദ്രനെ പ്രാപിക്കാനാവില്ല. വലല്ലൈലു സാബിഖുൻ നഹാർ. രാവ് പകലിനെ മറികടക്കുകയുമില്ല. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ഓരോന്നും ഓരോ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 36 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് ഇന്നെടുത്തത്. നിങ്ങൾക്ക് ഒഴിവ് സമയമുള്ളപ്പോഴോ പണികളുടെ ഇടയിലോ വിശ്രമിക്കാൻ ഇരിക്കുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് കേൾക്കാവുന്നതാണ്. ഇതിനു വേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തുകയൊന്നും വേണ്ട. ഉള്ള സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക. പരമാവധി പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും.